നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രിക്കാര് കൃത്യമായിട്ട് കേട്ടിട്ട് പോവുക, LDC കാരൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 106 അമെന്റ്മെന്റ് ആക്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 106 അമെന്റ്മെന്റ് ആക്ടിന്റെ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ പറയും. ഇത്രയല്ല കേട്ടോ, കുറച്ചേറെ പോയിന്റ്സ് ഉണ്ട്. അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വുമൻസിന്റെ ഇൻഡെക്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ ഒരു പ്രീവിയസ് ആയിട്ട് വുമൻസിന് വേണ്ടിയിട്ടുള്ള റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, രാജ്യസഭയിലെ വൈസ് ചെയർപേഴ്സൺമാരുടെ പാനലിനെ പറ്റിയിട്ട്. അത് ഒന്ന് ഓടിച്ചിട്ട് പറയും. ഇത്രയും കാര്യങ്ങളാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. 106 അമെന്റ്മെന്റ് ആക്ടിന്റെ മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ, അല്ലെ? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നാരി ശക്തി വന്ദൻ എന്നറിയപ്പെടുന്നതും ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളതിനകത്ത് ഏറ്റവും അവസാനത്തെ അമെന്റ്മെന്റ് ആക്ടുമാണ് 106. അപ്പം നാരി ശക്തി വന്ദൻ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. അപ്പൊ പേരിനകത്ത് തന്നെ ഉണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ്, വുമൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെ? 106 അമെന്റ്മെന്റ് ആക്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വുമൻസിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാം. പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടല്ലോ, ആ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ബില്ലാണിത്. ഏതാണ് ആദ്യത്തെ ബില്ല്? ഇത് 106 അമെന്റ്മെന്റ് ആക്ട്. ബില്ലിന്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, 128 ആണ് ബില്ലിന്റെ നമ്പർ. അപ്പൊ 128 ഭേദഗതി ബില്ല് 106 അമെന്റ്മെന്റ് ആക്ട്. ആക്ട് ചോദിക്കുമ്പോ എന്താ എഴുതേണ്ടത്? 106. ഏത് ബില്ലാണ്? 128. അതുപോലെ ആദ്യത്തെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ബില്ല് 128 ബില്ല് 106 അമെന്റ്മെന്റ് ആക്ട്. മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ. പഠിച്ചല്ലോ, അത് കൃത്യമായിട്ട് പഠിക്കണേ. ഇനിയും ഡേറ്റുകൾ നിങ്ങളോട് ചോദിക്കാം, ഞാൻ താഴോട്ട് പോയി അങ്ങ് എഴുതാമേ. ഡേറ്റുകൾ നിങ്ങളോട് ചോദിക്കാം. ലോക്സഭ ഇത് പാസാക്കിയത്, ലോക്സഭ പാസാക്കിയ ഡേറ്റ് ചോദിക്കാം. 20 സെപ്റ്റംബർ 2023. ഇത് ലോക്സഭ പാസാക്കി 20-ാം തീയതി. രാജ്യസഭ പിറ്റേന്ന് 21 സെപ്റ്റംബർ 2023 ഇത് രാജ്യസഭയും പാസാക്കി. രാജ്യസഭ. ഇനി പ്രസിഡന്റ് ഒപ്പുവെക്കണമല്ലോ, ഇദ്ദേഹം 28-ാം തീയതി ഒപ്പുവെച്ചു 2023 സെപ്റ്റംബറിൽ. അപ്പൊ ലോക്സഭ പാസാക്കിയത് 20 സെപ്റ്റംബർ 2023, രാജ്യസഭ 21 സെപ്റ്റംബർ 2023, പ്രസിഡന്റ് ഒപ്പിട്ടത് 28-ാം തീയതിയാണ് സെപ്റ്റംബർ 2023. ആരാ അവതരിപ്പിച്ചത്? കേന്ദ്ര നിയമമന്ത്രിയാണ് അവതരിപ്പിച്ചത്. ആളുടെ പേരാണ് അർജുൻ മേഘവാൾ. ഇദ്ദേഹമാണ് അവതരിപ്പിച്ചത്. എവിടെ അവതരിപ്പിച്ചതാ? ലോക്സഭയില്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നോരോന്ന് നോക്കാം. അതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഹിസ്റ്ററി നമുക്കൊന്ന് അറിയണം, അല്ലെ? ഈ സ്ത്രീകളുടെ ഈ ഒരു ബില്ലിനെ സംബന്ധിച്ചുള്ള ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ സെപ്റ്റംബർ 2023 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 2023 പാസാക്കി. പക്ഷെ ഇത് നിലവിൽ വന്നിട്ടില്ല, അതുകൂടെ ഓർത്തു വെച്ചോണം. നിലവിൽ വരണമെങ്കിൽ 2029 നിലവിൽ വരത്തുള്ളൂ കേട്ടോ. നമുക്കറിയാം, പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും ഒക്കെ തന്നെ വുമൻസിന്റെ റിസർവേഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. 1931 ആദ്യമായിട്ട് ഒരു 3 വുമൺ ബോഡി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്തെഴുതി. എന്താ അത്? പൊളിറ്റിക്കൽ റിസർവേഷൻ നമുക്ക് വേണം ഡ്യൂറിംഗ് ദ നാഷണൽ മൂവ്മെന്റ്. അതായത് ആ സമയത്ത് നാഷണൽ മൂവ്മെന്റ് നടക്കുന്ന സമയത്താണ് 3 വുമൺ ബോഡി റോട്ട് ടു ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റിക്വസ്റ്റിംഗ് എ പൊളിറ്റിക്കൽ റിസർവേഷൻ ഫോർ വുമൺ. ഓക്കെ, അതിനുശേഷം 1935 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ദ ആക്ട് ഗ്രാൻഡഡ് വുമൺ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ബട്ട് ഡിഡ് നോട്ട് അലോക്കേറ്റ് സീറ്റ് ഇൻ ദ ലെജിസ്ലേച്ചർ, അല്ലെ? അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കൊടുത്തു, പക്ഷെ അവർക്ക് സീറ്റ് കൊടുത്തോ? ഇല്ല. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നപ്പോൾ പറഞ്ഞു, ദ ഡിബേറ്റ് അഡ്രസ് വുമൺ റിസർവേഷൻ ബട്ട് ഇറ്റ് വാസ് റിജക്റ്റഡ് ഡ്യൂ ടു ദ ബിലീഫ് ദാറ്റ് എ ഡെമോക്രസി ഷുഡ് എൻഷുർ റെപ്രസെന്റേഷൻ ഫോർ ഓൾ ഗ്രൂപ്പ്. അവിടെയും വുമൻസിന്റെ റിസർവേഷൻ അഡ്രസ് ചെയ്തെങ്കിലും അത് റിജക്റ്റഡ് ആവുകയാണ് ചെയ്തത്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷമോ, അതായത് കമ്മിറ്റി ഓഫ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ 1971 ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു ലോക്കൽ ബോഡീസിൽ വുമൻസിന്റെ റിസർവേഷന് വേണ്ടിയിട്ട്. അതിനുശേഷം 1988 നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ വുമൺ എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു ലോക്കൽ ബോഡീസിൽ റിസർവേഷൻ വുമൻസിന് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം വന്നു. സജഷൻ ആണ്. 1992
സോറി, ഇവിടെ ഞാൻ നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ വുമൺ എന്ന് പറയുന്നത് 1988 കേട്ടോ. അതിനുശേഷം 1992 73 74 അമെന്റ്മെന്റ് ഉണ്ടല്ലോ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു അലോക്കേറ്റ് 1/3 സീറ്റ്. എത്രയാ കൊടുക്കേണ്ടത്? 1/3 സീറ്റ് ലോക്കൽ ബോഡീസിൽ വുമൻസിന് കൊടുക്കണം എന്ന് പറഞ്ഞത് 92 നമ്മൾ എപ്പോഴും പഠിക്കുന്ന 73 74 ഭേദഗതി പ്രകാരമാണ്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ പണ്ട് തൊട്ടേ ഈ ഒരു ആവശ്യം വുമൻസിന് റിസർവേഷൻ കൊടുക്കണം എന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഏതൊക്കെ രീതിയിൽ വെച്ചു എന്ന് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ഈ ഒരു ബില്ല് 128 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പലവട്ടമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ തന്നെ ഈ വുമൻസിന്റെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അത് ഏതൊക്കെയാ? 81 അമെന്റ്മെന്റ് ബില്ല് 1996. അവിടെ പ്രൊവിഷൻ എന്ന് പറയുന്നത് 1/3, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് ഹൗസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റിന്റെ 1/3 സീറ്റ് വുമൻസിന് വേണം എന്നുള്ള റെക്കമെൻഡേഷൻ 81 അമെന്റ്മെന്റ് ബില്ല് 1996 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ലാപ്സ് ആയി പോയി. കാരണം ലോക്സഭ ഡിസൊല്യൂഷൻ ആയതുകൊണ്ട് ലാപ്സ് ആയി പോയി. 84 അമെന്റ്മെന്റ് ആക്ട് 98 ഇതേ ഒരു ആവശ്യം വന്നിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ആവശ്യം വന്നു, അതും നടന്നില്ല. 85 അമെന്റ്മെന്റ് ബില്ല് 1999 എന്താണ്? ലെജിസ്ലേറ്റീവ് ബോഡിയിലേക്ക് വുമൻസിന് റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു, നടന്നില്ല. 108 അമെന്റ്മെന്റ് ബില്ല് 2008 നമ്മൾ ആവശ്യപ്പെട്ടു, അതായത് ആവശ്യം ഉണ്ടായിരുന്നു 1/3 ഓഫ് ഓൾ സീറ്റ് ഇൻ ലോക്സഭ വുമൻസിന് വേണ്ടി കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതും 15 ലോക്സഭ ഡിസൊല്യൂഷൻ ആയതോടുകൂടി പോയി. പിന്നെ വന്നതാണ് 128 അമെന്റ്മെന്റ് ബില്ല്. അത് പാസ്സായി. അതിന്റെ ആവശ്യം എന്താ? അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ 128 അമെന്റ്മെന്റ് ബില്ല് 2023 106 ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യം, അല്ലെങ്കിൽ അതിനകത്ത് എന്താ പറഞ്ഞത്? 33% റിസർവേഷൻ. എത്രയാണ്? 33% റിസർവേഷൻ വനിതകൾക്ക് എവിടൊക്കെ? നിയമസഭയിലും ലോക്സഭയിലും കൊടുക്കും. ഒരിടത്തുകൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിയിൽ. എവിടൊക്കെയാണ്? 33% റിസർവേഷൻ വുമൻസിന് ലോക്സഭയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും നിയമസഭകളിലും അതുപോലെ ഡൽഹിയിലും കൊടുക്കും. അത് എടുത്തു പഠിക്കേണ്ട ഒരെണ്ണമാണ്. ഡൽഹിയിലും ഉണ്ട് കേട്ടോ. അതത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 1/3 സീറ്റ്. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. 33%, അതായത് 1/3 ലോക്സഭയിലും നിയമസഭയിലും 1/3 സീറ്റ് വനിതകൾക്കായിട്ട് സംവരണം ചെയ്യും എന്ന് പറഞ്ഞതാണ് 106 ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് പറയാലോ. ഇനി ഇതിന്റെ കീ പ്രൊവിഷൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. കീ പ്രൊവിഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. 33% നമ്മൾ പറഞ്ഞു. 33% സീറ്റ് എവിടൊക്കെയാ? ലോക്സഭയിലും കൊടുക്കും. ലോക്സഭയിലും കൊടുക്കും, അതുപോലെ നിയമസഭകളിലും കൊടുക്കും. നിയമസഭ മീൻസ് എല്ലാ സ്റ്റേറ്റുകളിലും കൊടുക്കും കേട്ടോ. എല്ലാ സ്റ്റേറ്റുകളിലെയും നിയമസഭയിൽ കൊടുക്കും. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും ഇത് നടപ്പിലാക്കുന്നത്. നമ്മുടെ ഡയറക്റ്റ് ഉണ്ടല്ലോ, ആ തിരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും ഇത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ഓർത്ത് വെച്ചേക്കാം, പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, അവിടെ ഈ 1/3 സീറ്റ് ബാധകമാണ്. 1/3 സീറ്റ് എന്നുള്ളത് SC/ST മണ്ഡലങ്ങളിലും, അവിടെയും SC/ST നമ്മൾ പറയില്ലേ SC/ST മണ്ഡലങ്ങളില്ലേ, ആ SC/ST മണ്ഡലങ്ങളുടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും 1/3 ആർക്ക് കൊടുക്കണം? അവിടുത്തെ SC/ST സ്ത്രീകൾക്ക് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അതുപോലെ ഡൽഹി സംസ്ഥാന നിയമസഭ, ലോക്സഭ എന്നിവയിലേക്കുള്ള സംവരണ മണ്ഡലം പാർലമെന്റ് നിശ്ചയിക്കുന്നതിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. എവിടൊക്കെയാണ്? ഡൽഹിയിലെ കാര്യം എടുത്തു പറയാം. അപ്പൊ എല്ലാ സംസ്ഥാന നിയമസഭകളുടെയും കാര്യം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ലോക്സഭയുടെ കാര്യം പറയുന്നുണ്ട്, 33% സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന്. അതിന്റെ കൂട്ടത്തിൽ എടുത്ത് പറയുന്നതാണ് ഡൽഹിയുടെ കാര്യം. ഓക്കെ, ഡൽഹിയിലും സംസ്ഥാന നിയമസഭയിലും ലോക്സഭ എന്നിവയിലേക്കുള്ള സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. അവർക്ക് നിശ്ചയിക്കാം. അതിനനുസരിച്ച് സംവരണ മണ്ഡലങ്ങൾ മാറും. ആ സംവരണ മണ്ഡലങ്ങളിലെ 1/3 സീറ്റ് ആർക്ക് കൊടുക്കും? സ്ത്രീകൾക്ക് കൊടുത്തിരിക്കും. അതുപോലെ ലോക്സഭയിലേക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തപ്പെടുന്ന ആകെ സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ലോക്സഭയിലെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തപ്പെടുന്ന ആകെ സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം.
അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെ ലോക്സഭയിലേക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തപ്പെടുന്ന ആകെ സീറ്റുകളുടെ 1/3 ആർക്കാണ്? സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം. അപ്പൊ ഡൽഹിയുടെ കാര്യം നിങ്ങളോട് എടുത്തു ചോദിക്കുവാണെങ്കിൽ അതും എഴുതിക്കോണം. അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്കുക, എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭയില് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നികത്തേണ്ട മൊത്തം സീറ്റുകളുടെ 1/3, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കണം. അതായത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളില്, എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭയില് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് എടുത്തെടുത്ത് പറയുന്നത് അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, ഡൽഹിയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, ലോക്സഭയുടെ കാര്യവും പറയുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ 1/3 സീറ്റ് അഥവാ 33% സീറ്റ് സ്ത്രീകൾക്കാണ്. ഇനി ഓർത്തു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ചേർത്തിരിക്കുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആർട്ടിക്കിൾ 330A കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നിട്ടുണ്ട്. 330A വന്നിട്ടുണ്ട്. അത് എന്താ പറയുന്നത്? ദാറ്റ് ഗ്രാന്റ് സീറ്റ് ടു SC/ST ഇൻ ദ ലോക്സഭ. SC/STക്ക് സീറ്റ് കൊടുക്കണമെന്നുള്ള നമ്മളിപ്പോ പറഞ്ഞില്ലേ, റിസർവ്ഡ് സീറ്റ് സ്ത്രീകൾക്കായിട്ട് കൊടുക്കണമെന്ന്. അത് 330A പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുകൂട്ട് 332A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഈ സ്ത്രീകൾക്ക് 33% എന്നുള്ളത് പറയുന്നത് 332A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. അതുപോലെ 239AA എന്ന് പറയുന്ന ആർട്ടിക്കിളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ട് പറയാനാ? നമ്മുടെ ഈ ഡൽഹിയിലെ കാര്യം പറഞ്ഞില്ലേ, ആ ഡൽഹിയിലും ഈ ഒരു സംഭവം നടപ്പിലാക്കണമെന്ന് 1/3 സീറ്റ്, അത് ആർട്ടിക്കിൾ 239AA പ്രകാരമാണ്. പഠിച്ചു വെക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറഞ്ഞത്. കൊച്ചു ക്ലാസ് ആണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ അല്ല ഞാൻ എടുക്കുന്നത്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിലായതുകൊണ്ട് ഇത്രയും കാര്യമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ്സ് എന്ന് ചോദിക്കാം. അത് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മുടെ നരേന്ദ്രമോദി ഇതിനെ വിളിച്ചത് ദൈവ നിയോഗം എന്നാണ്. ദൈവ നിയോഗം എന്ന് ഈ ഒരു അമെന്റ്മെന്റിനെ വിശേഷിപ്പിച്ചത്, വനിതാ സംവരണ ബില്ലിനെ വിശേഷിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. അതുപോലെ ഇതിന്റെ കുറവുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കുറവുകൾ നമുക്കൊന്ന് നോക്കാം. കുറവുകൾ നോക്കുന്നതിന് മുൻപായിട്ട് ഈ സ്റ്റാറ്റസ് ഓഫ് വുമൺ റെപ്രസെന്റേഷൻ ഇൻ ഇന്ത്യ ഒന്ന് പറയാമേ. ജസ്റ്റ് ഈ പോയിന്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. സ്റ്റാറ്റസ് ഓഫ് വുമൺ റെപ്രസെന്റേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ റാങ്ക് 48 ഔട്ട് ഓഫ് 146 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2022 ഫോർ പൊളിറ്റിക്കൽ എംപവർമെന്റ്. അതായത് സ്ത്രീകൾ പൊളിറ്റിക്കൽ എംപവർമെന്റിന് അത് എത്രത്തോളം വരുന്നുണ്ടെന്ന് ഇന്ത്യയുടെ റാങ്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 48ാമത്തെ റാങ്ക് ആയിരുന്നു 2022. അത് മിനിസ്റ്റീരിയൽ പൊസിഷൻ ഉൾപ്പെടെ. Currently only 40.4% of the Indian Parliament members are women. ഇപ്പം നിലവില് 14.4% ആൾക്കാർ മാത്രമാണ് സ്ത്രീകൾ നമ്മുടെ പാർലമെന്റിലുള്ളത്. 2019 ലോക്സഭ ഇലക്ഷൻ സോ നിയർലി ഈക്വൽ റെപ്രസെന്റേഷൻ ഓഫ് വുമൺ ആൻഡ് മെൻ ഇൻ വോട്ടിംഗ്, മാർക്കിംഗ് എ സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യസ് പൊളിറ്റിക്കൽ ജേർണി ടുവേർഡ് ജെൻഡർ ഇക്വാലിറ്റി. 2019 ലോക്സഭ ഇലക്ഷനില് ഏകദേശം വോട്ടിംഗ് എടുത്തു വെച്ച് നോക്കിയപ്പോഴത്തേക്കും ആൺ പെൺ റേഷ്യോ എടുത്തപ്പം രണ്ടുപേരും ഈക്വൽ ആയിട്ട് നിന്നത് കൊണ്ട് തന്നെ ജെൻഡർ ഇക്വാലിറ്റി ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതും ഇതുമായിട്ട് മിക്സ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ. നമ്മുടെ 106 ഭേദഗതി വന്നപ്പം നെഗറ്റീവ് വശങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഹോമോജീനിയസ് ഗ്രൂപ്പ്. ഈ വുമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഹോമോജീനിയസ് അല്ല, കാസ്റ്റ് പോലെയോ അല്ലെങ്കിൽ വേറെ ഒന്നും പോലെയോ അല്ല. വുമൻസ് എന്താണ്, ഒരു മനുഷ്യ വിഭാഗത്തിൽ പെടുന്ന ആയതുകൊണ്ട് ഹോമോജീനിയസ് ഒന്നും അല്ലല്ലോ എന്നുള്ള ഇത് വന്നു. ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്നത് OBC റിസർവേഷൻ ഇല്ലെന്നാ. എപ്പോഴും നമ്മളിപ്പോ പറഞ്ഞില്ലേ SC/ST എന്ന് എപ്പോഴും എടുത്തു പറഞ്ഞു. പക്ഷെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ പറ്റിയിട്ടോ OBCയോ പറ്റിയിട്ടോ ഒന്നും ബില്ലിനകത്ത് പറഞ്ഞില്ല. അതുപോലെ വയലേഷൻ ഓഫ് ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അത് വുമൻസിന് മാത്രം കൊടുക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് അവിടെ ഇക്വാലിറ്റി പ്രിൻസിപ്പിൾ നശിക്കുവാന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി, മൊത്തത്തിൽ പഠിക്കേണ്ട. ഇവിടെ ഓർത്തു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാനിപ്പോ പറഞ്ഞില്ലേ OBC റിസർവേഷൻ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. OBCയെ പറ്റിയിട്ട് 106 ഭേദഗതി ബില്ലിനകത്ത് ഒന്നും തന്നെ പറയുന്നില്ല. കൂടുതൽ ഊന്നി പറയുന്ന ആരെ പറ്റിയിട്ടാണ്? SC/STയെ പറ്റിയിട്ട് മാത്രമാണ്. അതൊന്ന് പഠിച്ചുകൊണ്ട് പോണേ.
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു സെക്ഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, റീസെന്റ് അല്ല, ഇത് കുറച്ച് നാളായതാണ്, 2022 ആ ഒരു സമയത്ത് തൊട്ടേ ഉള്ളതാണ്. രാജ്യസഭയ്ക്ക് ഒരു പുതിയൊരു സംഭവം വന്നു. ആ സംഭവത്തിന്റെ പേരാണ് പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാമേ, എല്ലാം ഒന്നും പറയുന്നില്ല. ആർട്ടിക്കിൾ 118(1) പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 118(1) പ്രകാരം ഓരോ ഹൗസിനും അവരുടെ കാര്യങ്ങൾ ഈസി ആക്കാനും അവരുടെ ബിസിനസ് കണ്ടക്ട് കൂടുതലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓരോ ഹൗസിനും അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, പുതിയൊരു റൂൾ ഗവേണിംഗ് ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് 1964 ഒരു റൂൾ അനുസരിച്ചിട്ട് രാജ്യസഭയ്ക്കും എന്ത് ചെയ്യാം, പുതിയൊരു ഗവേണിംഗ് ബോഡിയെ ഉണ്ടാക്കാം. ആ പ്രകാരമാണ് പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന VCS എന്ന് പറയുന്ന ഒരു പാനലിനെ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, PT ഉഷ ഉണ്ടല്ലോ, അദ്ദേഹം PT ഉഷ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്നു. ഈ പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സണകത്ത് വൈസ് ചെയർപേഴ്സൺ ആയ നോമിനേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ, രാജ്യസഭയിൽ നോമിനേറ്റഡ് ആയിട്ടാണ് PT ഉഷ പോയത്. അങ്ങനെ നോമിനേറ്റഡ് ആയിട്ട് ചെന്ന അംഗത്തിൽ ഒരാള് വൈസ് ചെയർപേഴ്സൺ ആവുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാലും ഓർത്തോണം. ജസ്റ്റ് ഞാൻ എന്താണെന്നൊന്ന് പറയാം, അറിയാൻ വയ്യാത്തവർക്കാണ്, അറിയാവുന്നവർ വിട്ടേക്കാം. ഇപ്പൊ രാജ്യസഭയില് ഈക്വൽ റിപ്രസെന്റേഷൻ, വുമൻസിന് ഈക്വൽ റിപ്രസെന്റേഷൻ വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതിനകത്ത് 50% പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺ രാജ്യസഭയിൽ 50% സ്ത്രീകളാണ് കേട്ടോ. രാജ്യസഭ ഹാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി ഗ്യാരണ്ടീഡ് ഈക്വൽ റിപ്രസെന്റേഷൻ ഓഫ് വുമൺ ഇൻ ദ പാനൽ. 2024 രാജ്യസഭയില് 50% ആർക്ക് സീറ്റ് കൊടുത്തു, വുമൻസിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വൈസ് ചെയർപേഴ്സൺ പാനലിനകത്ത് 50% നിലവിൽ സ്ത്രീകളാണ്. The Rajya Sabha chairman has formed an all-woman panel of VCs in the Rajya Sabha. 50% എന്ന് പറയുന്നെങ്കിലും കൂടുതലും സ്ത്രീകളാണ്. ഓക്കെ, ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ് റെസ്പോൺസിബിൾ ഫോർ നോമിനേറ്റിംഗ്. ആരാണ് പാനൽ ഓഫ് VCസിനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ചെയർമാൻ ആണ്, രാജ്യസഭ ചെയർമാൻ ആണ് നമ്മുടെ ഈ ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ചെയർമാൻ ഓർ എന്തിനാണെന്ന് അതിനും പറയാൻ പോകുന്നത്, ഈ ഡെപ്യൂട്ടി ചെയർമാൻ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ഈ ഒരു രാജ്യസഭ നയിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ രണ്ടും ആബ്സെന്റ് ആവുന്ന സമയത്ത് സഭയെ നിയന്ത്രിക്കാനുള്ള അധികാരം ഈ വൈസ് ചെയർപേഴ്സൺസിനായിരിക്കും. അതായത് ഇവരുടെ കൂട്ടത്തിൽ 6 പേരായിരുന്നു തുടക്കം, നിലവിൽ 8 പേരോളം ഉണ്ട്. ഈ 8 പേരിൽ ഒരാളായിരിക്കും സഭ നിയന്ത്രിക്കാൻ പോകുന്നത്. അതാണ് ഈ പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, 6 പേരായിരുന്നു തുടക്കത്തില്, 8 പേര്. ഈ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, PT ഉഷയാണ് ഒരു സമയത്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, സഭ നിയന്ത്രിക്കുന്നത്. ആരില്ലാത്തപ്പം ചെയർമാൻ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആവും. ഈ 2 ആൾക്കാരും ഇല്ല എന്നുണ്ടെങ്കിൽ, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഓർത്ത് വെച്ചിരിക്കുക, വേക്കന്റ് അല്ല, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സഭ നിയന്ത്രിക്കുന്നത് ഇവരിൽ ഒരാളായിരിക്കും. ഇനി അടുത്ത പോയിന്റ് ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്. Therefore, they can preside the house only in the absence of chairman or deputy chairman. Not seat is vacant. Vacant ആവുമ്പോഴല്ല, അവർ ഒഴിഞ്ഞു പോകുമ്പം നിയന്ത്രിക്കാന്നല്ല, അവർ വന്നിട്ടില്ലാത്ത അവസരങ്ങളിൽ സഭ നിയന്ത്രിക്കാനുള്ള അധികാരം. The president appoint a house member to perform the chairman, deputy chairman's duty. പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യാം. ആരാണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. PT ഉഷ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോമിനേറ്റഡ് അംഗം സഭ നിയന്ത്രിക്കാനുള്ള അധികാരം ലഭിച്ച് ചെല്ലുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ന്യൂ പാനലിനകത്ത് ഓർത്ത് വെച്ചേക്കുക, ഈക്വൽ റെപ്രസെന്റേഷൻ ആണ് വുമൻസിന് ഈ പാനലിൽ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല, സമയം അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകുന്നത് കൊണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ താഴെ കമന്റും കൂടെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.